ഇത്രയും കാലം നമ്മളെ ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ നമ്മളെ അയ്യോ പാവം എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെ ഉൾട്ടടിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം എന്ന് അറിയാണ്ട് കൂടി ഇപ്പൊ നമ്മളെ കുറ്റപ്പെടുത്താനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരിക്കലും ഒരു അമ്മായിയമ്മ മരുമകളെ കുറിച്ചിട്ട് നല്ലത് പറയില്ല. പറയുന്ന ആൾക്കാരുണ്ട്, അവരിലല്ല. നിങ്ങൾ പിന്നൊന്ന് ആലോചിക്കണം, 21 അവർ ഫുള്ള് അവർ പറയുന്നത് എന്നെ കുറ്റാണ്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, ഭർത്താവിനെ കൊന്നു, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 21 വർഷമായിട്ട് ഒരു നല്ല കാര്യം പോലും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ലേ? ഒരു നല്ല കാര്യം അത് അവരതിൽ പറയുന്നില്ല. കല്യാണം കഴിഞ്ഞ് വന്ന നാൾ മുതൽ ഇവർ പറയും അന്നെ കൊല്ലോടാ അവള്, അന്നെ കൊല്ലോടാ. കാരണം അപ്പൊ തന്നെ ഇവർ അങ്ങനെ ഒരു ഇതിൽ പറയും കേട്ടോ. നമുക്ക് ഞാൻ ഇവിടെ വന്ന് പെട്ടതാ, സത്യം പറഞ്ഞില്ലേ. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അവർ പറയും പൊക്കൂടെ പോയി രക്ഷപ്പെട്ടൂടെ എന്നൊക്കെ ചോദിക്കും. കാരണം ഇവർ ആരായിട്ട് അങ്ങനെ കോൺടാക്ട് കാര്യങ്ങൾ വെക്കുക അങ്ങനെ വല്ലാണ്ട് ഒരു ഇതൊന്നും ഇല്ല. നാട്ടിൽ എല്ലാവരും വന്ന സമയത്തൊക്കെ എന്നോട് കുറ്റം പറഞ്ഞു തരും. ഞാൻ അതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കില്ല. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, ഇവരായിട്ട് എനിക്ക് മുന്നോട്ട് നന്നായിട്ട് പോകണം. പക്ഷെ ഇവർ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് പറഞ്ഞിരിക്കുന്നത് ഫുള്ള് നോണയാണ്. ഞങ്ങളുടെ അടുത്ത് ഫുള്ളിനുള്ള തെളിവുണ്ട്, ഞാനത് വീഡിയോ സഹിതം പറഞ്ഞുതരാം. പിന്നെ അതിലൊരു കാര്യം പറയുന്നുണ്ട്, ഭർത്താവിനെ അവൾ കൊന്നത് തന്നെയാണെന്ന്. ഇവരുടെ വീട്ടിൽ ഈ കുല്യ എന്ന് പറഞ്ഞ ചായ കുടിക്കണ പോലെയാണ്. അമ്മയുടെ ഇപ്പോൾ എൻ്റെ ഏട്ടൻ മൂത്തത് ഒരു ചേച്ചിയാണ്, രണ്ടാമത്തത് ഏട്ടനാണ്, മൂന്നാമത്തത് ഒരു ചേച്ചിയാണ്, നാലാമത്തത് ഒരു അനിയനാണ്, അഞ്ചാമത്തത് ഒരു ചേച്ചിയാണ്. മൂന്നാമത്തെ ചേച്ചിയുടെ ഭർത്താവ് ഇതുപോലെ തൂങ്ങി മരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ തൂങ്ങി ഒരു മരിച്ചിട്ട് കുറെ നാളായി. അപ്പൊ അവർക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ ഈ അമ്മ ഇപ്പൊ ഇന്റർവ്യൂ തന്നിരിക്കുന്നവർ പേര് സരോജിനി എന്നാണ്. ആ സരോജിനി അമ്മ ഈ മകളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, നിന്റെ അച്ഛനെ കൊന്നത് നിന്റെ അമ്മയാണ്. ഉണ്ണിവാവ വ്ളോഗ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഉണ്ണിവാവ വ്ളോഗ്സിലെ അവരുടെ അച്ഛൻ മരണപ്പെട്ടു, ബഹ്റൈനിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു 1.5 മണിക്കൂർ നീണ്ട ഒരു വീഡിയോ ഈ പറയുന്ന അമ്മയും മക്കളും വന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ സങ്കടത്തിൽ ഒരുമിച്ച് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇവരുടെ അമ്മായിയമ്മ, അതായത് ഈ പറയുന്ന മരണപ്പെട്ട ആളുടെ അമ്മ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മൊത്തം പറയുന്നത് ഇവർക്കെതിരെയാണ്. അതായത് ഈ പറയുന്ന അമ്മയ്ക്കും മക്കൾക്കും എതിരെയാണ് അവരുടെ അമ്മായിയമ്മ വന്ന് സംസാരിച്ചിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇന്നിപ്പോൾ വീണ്ടും ഉണ്ണിവാവ വ്ളോഗ്സ് വീണ്ടും അതിന് ആ പറഞ്ഞ അമ്മയുടെ ആ ഇൻ്റർവ്യൂവിനെതിരെ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്. അതായത് അമ്മ, മകൾ, മരുമകൾ, ഭർത്താവ് ഇവരടങ്ങിയിട്ടുള്ള ഒരു ഫാമിലിയിലെ അവരുടെ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഇഷ്യൂ. ആ ഇഷ്യൂ ആണ് ഇന്നലെ മുതൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്നിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് ആദ്യം മകൻ മരിച്ചതിനെക്കുറിച്ച് അമ്മ വന്നിട്ട് സംസാരിക്കുകയാണ്. മകൻ മരിക്കാനുള്ള കാരണം ഇവർ ഈ പറയുന്ന ഭാര്യയുടെയും മക്കളുടെയും തലയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ അമ്മ എന്താണ് പറയുന്നതെന്ന് നമുക്ക് വസ്തുത കേട്ടുപോകാം. വേറെ ഒന്നും പറയാനില്ല, അവള് കൊന്നതാണെന്ന് ഞാൻ പറയൂ. 5 ഈ 5 മണിക്ക് ഇവനെ വിളിച്ച് അവമാനിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് അവളുടെ മുമ്പിൽ വെച്ച് വാതിൽ അങ്ങോട്ട് അടച്ചു അത്ര. അടച്ചിട്ട് പിന്നെ അവൾ വിളിച്ചാൽ കൊണ്ടുവന്നില്ല. അപ്പോൾ അവള് ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞു, അവിടെയുള്ള ആൾക്കാരൊക്കെ അവൾക്ക് നമ്പർ അറിയാം. അവരായിരിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് അവൻ ഏറി 5 മണി വരെ ഇവള് വർത്താനം പറഞ്ഞു. അങ്ങനെ അവനെ അവമാനിച്ച് അന്ന് വീഡിയോ കോൾ വിളിച്ച് ഈ നമ്മൾ ഒരു ഊടും തീനും കഴിഞ്ഞിട്ട് അവനെ വിളിക്കാനായിട്ട് തുടങ്ങിയിട്ട് 5 മണി വരെ അവള് വിളിച്ചു. ഉച്ചയ്ക്ക് വിളിക്കാൻ തുടങ്ങി. വിളിച്ച് വർത്താനം പറഞ്ഞ് ഏറി അതിനെ ചൊടി കയറ്റി അവളുടെ മുമ്പിൽ വെച്ച് തന്നെ വാതിലടച്ചു അത്ര. വീഡിയോ കോൾ ഇരിക്കുമ്പോഴാണ് വാതിലടച്ചത്. വാതിലടച്ച് പിന്നെ അവൻ വിളിച്ചിട്ട് കൊണ്ടിട്ടില്ല, പിന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പൊ അവൾക്ക് അവളടുത്ത് തെറ്റില്ല വെച്ചാൽ എത്ര ആൾക്കാർ കമ്പനിക്കാർ അവന്റെ തോട്ടിലാണ് ചായക്കട അത്ര വിജയിക്കുന്ന വീടിന്റെ. ആരെങ്കിലും ഒന്ന് വിളിച്ച് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞ എന്റെ കുട്ടി ജീവൻ കൊടുക്കുമോ? ആരെങ്കിലും കണ്ടെത്തിയായിരുന്നില്ലേ? എന്താ അവളത് ചെയ്യാഞ്ഞ്? എന്നിട്ട് അവളെ അപ്പൊ അവിടെ ഉള്ളവർക്ക് ഇവള് നല്ല കാര്യമാണെന്നല്ല വിചാരം. അപ്പോൾ അത് അറിയിക്കാതിരിക്കാൻ അങ്ങനെ എന്തോ ഒരു ബോധക്ഷയം ഉണ്ടായി, ആശുപത്രിയിലാണ്, ബോധം തെളിഞ്ഞാൽ പറയാന്ന് പറഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ പിന്നെ മെല്ലായിട്ടത്ര പിന്നെ രക്ഷയില്ല, മരിച്ചു എന്ന് പറഞ്ഞ് പിന്നെ തൂങ്ങി മരിച്ചു എന്ന് പിന്നീടാ പറഞ്ഞില്ല. അത്ര ഇവളെ ബഹുമാനിച്ചിട്ട് ഇത് മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൾക്ക് സമാധാനം. അപ്പോൾ ഈ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ കൊന്നു തന്നെയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ നേരത്തെ മുതലേ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തായിരിക്കും എന്നൊക്കെയാണ് ഈ അമ്മമ്മ വന്ന് പറയുന്നത്. അപ്പോൾ വഴക്കില്ലാത്ത ഫാമിലി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വഴക്കിൻ്റെ പുറത്തെല്ലാം പോയിട്ട് ആത്മഹത്യ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ഒരു വഴക്ക് കൂടിയത് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആത്മഹത്യ ചെയ്തത് അതിൻ്റെ പേരിലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വന്ന് പറയുകയാണ്. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ആദ്യം ഭാര്യയും മക്കളും വന്ന് പറയുന്നു, പിന്നെ അതിനുശേഷം അമ്മ വന്ന് പറയുന്നു. ഇതിപ്പോൾ മൊത്തത്തിലൊരു കുടുംബ പ്രശ്നം വന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുന്ന പോലെയാണ് തോന്നുന്നത്.
എനിവേ അപ്പോൾ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും ഉണ്ണിവാവ വ്ളോഗ്സ് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ അതിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പണ്ട് മുതലേ കല്യാണം കഴിച്ച് വന്നപ്പം മുതൽ ഇവർ പല പീഡനങ്ങളും ഏൽക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ഫാമിലി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ എപ്പോഴും ഓരോരോ കഥകളായിട്ട് വരും. അങ്ങനെ വന്നിട്ടുള്ള സംഭവമാണ് ഇതെന്നാണ് ഇപ്പോൾ ഇവർ ഫാമിലി വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്താണെങ്കിലും നമുക്ക് ഒരിക്കലും ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം രണ്ടുപേരും വന്ന് അവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് പോയി. ഇതിനി തെളിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു കേസ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇത് കേസ് കൊടുത്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറേ, ഞാൻ വിളിച്ചത് നമ്മുടെ ഒറ്റപ്പാലത്ത് ഒരു തിരുവോണ നാളിൽ ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾ ബഹ്റൈനിൽ വെച്ച് ഒരു ആത്മഹത്യ ചെയ്ത ഏതെങ്കിലും ഒരു വിഷയം അറിയാമോ? ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? ഇല്ല. അങ്ങനെ ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അല്ല, സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു അമ്മയും 2 മക്കളും അവരുടെ അച്ഛൻ്റെ ഒരു സൂയിസൈഡ് കേസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോയില് അവർ പറയുന്നത് തിരുവോണ നാളിൽ വെച്ച് ബഹ്റൈനിലെ ജോലി ചെയ്യുന്ന താമസ സ്ഥലത്ത് വെച്ച് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്യുകയും അവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംശയങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അവര്. അപ്പൊ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പരാതിയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. അല്ല, ബോഡി നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത്. ബോഡി നാട്ടിലേക്ക് വന്നു, അത് സംസ്കരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഇങ്ങനെ ഒരു വീഡിയോ അല്ല, സ്വാഭാവികമായിട്ട് അവരിപ്പോ പറയുന്നത് അവരുടെ ഈ തിങ്സ്, അതായത് ഈ ഹസ്ബൻഡിന്റെ തിങ്സ്, കൃഷ്ണകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ സാധനങ്ങൾ അവര് തിരിച്ചയച്ചിട്ടില്ല. അതിൽ അപ്പോൾ ഈ ഫോൺ കോളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റുന്നത് ഇങ്ങനൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു മരണം നടന്നിട്ടും ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇനി അറിയിക്കുമായിരിക്കും, ഇനി അതിൻ്റെ പുറകിൽ അന്വേഷണം നടക്കുമായിരിക്കും. അന്വേഷണം നടക്കട്ടെ. ആരാണ് തെറ്റ് ചെയ്തതെന്നുള്ളത് നമുക്കിപ്പം പറയാൻ വേണ്ടി പറ്റില്ല. രണ്ടുപേരും അവരവരുടേതായിട്ടുള്ള ന്യായങ്ങളും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരാളെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ആരാണ് തെറ്റ് ചെയ്തതെന്നുള്ളത് ഏതായാലും പോലീസുകാർ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഇവർക്ക് ഗൾഫിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ ആദ്യം ഇവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഒരാൾ മരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ഫോൺ അടക്കം അല്ലെങ്കിൽ ബാക്കി റൂമിലുള്ള എല്ലാ സാധനങ്ങളും അടക്കമാണ് നാട്ടിലേക്ക് കൊടുത്തു വിടാറുള്ളത് സാധാരണ നിലയിൽ. പക്ഷേ ഇതിൽ ഇവർക്ക് അത്യാവശ്യം കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇവർ പറഞ്ഞത്. അപ്പോൾ ആദ്യം വേണ്ടത് ആ സാധനങ്ങളെല്ലാം നാട്ടിലേക്ക് എത്തിക്കുക. പിന്നെ അവിടെ എന്താണ് അന്വേഷിക്കാനുള്ളത് അത് അന്വേഷിക്കുക. അതായത് റൂംമേറ്റ്സിനോടാണെങ്കിലും ഓഫീസിലെ സ്റ്റാഫുകളോടാണെങ്കിലും എല്ലാം അന്വേഷിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിപ്പോൾ രണ്ടുപേരും വന്ന് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളെ അറിയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം 1.5 മണിക്കൂറുള്ള വീഡിയോ അല്ല, 2 മണിക്കൂറുള്ള വീഡിയോ അല്ല, എത്ര മണിക്കൂറുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാൻ പറയുന്നത് എൻ്റേതായിട്ടുള്ള ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അതിൽ സത്യം ഉണ്ടാവാം, ചിലപ്പോൾ സത്യം ഇല്ലാതിരിക്കാം. അപ്പോൾ 2 പേര് പറഞ്ഞതും, അതായത് അമ്മായിമ്മ പറഞ്ഞതും മരുമോള് പറഞ്ഞതും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ പോലീസ് ഒരു തീരുമാനത്തിലെത്തുക. അതായത് അവരാദ്യം കേസ് അന്വേഷിച്ച് എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമുക്കിപ്പോൾ 2 പേരുടെ വീഡിയോ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഇവരാണ് കുറ്റം ചെയ്തത്, അല്ലെങ്കിൽ ഇവരാണ് കുറ്റം ചെയ്തത്, അല്ലെങ്കിൽ അമ്മമ്മയാണ് കുറ്റം ചെയ്തത്, അല്ലെങ്കിൽ മോളാണ് കുറ്റം ചെയ്തത്, ഇങ്ങനെ പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും പോലീസ് ആദ്യം അന്വേഷിക്കട്ടെ. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഏതായാലും ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ അച്ഛൻ മരിച്ച ഈ ഒരു ഫാമിലീനെ ഇതിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അമ്മായിയമ്മേൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അവർക്കും നീതി കിട്ടട്ടെ. അതായത് ആരാണോ ഇതിൻ്റെ പുറകിൽ കുറ്റം ചെയ്തിട്ടുള്ളത് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടട്ടെ, അല്ലാത്തവർക്ക് നീതി കിട്ടട്ടെ. ഇത്രയും മാത്രമേ നമുക്ക് ഈ 2 വീഡിയോ കണ്ടിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കട്ടെ. അപ്പോൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്തായാലും കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുമായിരിക്കും അല്ലേ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.